അടിപൊളിയാക്കുന്നോ ഇപ്പൊ പാലം വന്നതോടുകൂടി? പിന്നെ തീർച്ചയായിട്ടും ടൂറിസമാണ് നമ്മുടെ ലക്ഷ്യം. ടൂറിസത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സ്ത്രീ സൗഹൃദ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അടിപൊളിയാക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പാലം വന്നതിന് ശേഷം ഒരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ട്. എത്രത്തോളം പേര് ഒരു ദിവസം വരുന്നുണ്ട്? അയ്യോ, അങ്ങനെ കണക്കെടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ആളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലേ? ഇന്നലേക്ക് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര ജനമാണ് ഇവിടെ. നമ്മൾ നേരിട്ട് കണ്ടു. രാത്രി ഞങ്ങൾ വൈകി വന്നപ്പോൾ വാഹനങ്ങൾ ഓടാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുകളാണ് KSRTC തുടങ്ങാൻ പോവല്ലേ? അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ടാറിങ് നടക്കുന്നതുകൊണ്ടാണ് റോഡിൽ വരയിടുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ KSRTC പറയും ഇത് പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. അതെ അതെ വേറെ ആരുണ്ട്? ഇനി പോലീസ് സ്റ്റേഷൻ കൂടെ വരേണ്ടി വരും. പോലീസ് സ്റ്റേഷൻ ഇപ്പൊ പോലീസ് അത്യാവശ്യം പെട്രോളിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ. അല്ല, ഇന്നലെ കേട്ട രസകരമായ ഒരു കമന്റ് ഉണ്ടായിരുന്നു രാത്രി വന്നപ്പോഴേ. അതായത് പണ്ടൊരു 9 മണി 9:30 കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. പക്ഷേ ഇപ്പൊ രാത്രി 2 മണിക്ക് ദീപികയുടെ 2 മണിക്ക് വണ്ടി ഓടുന്നുണ്ട്. ഹോൺ അടിക്കുന്ന പ്രശ്നങ്ങൾ അതൊന്നും നേരത്തെ അന്യമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കം ആൾക്കാരുടെയൊക്കെ വണ്ടിയുടെ ഹോണടിയൊക്കെ ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ സന്തോഷമാണ്. അതെ, സന്തോഷമാണ് തീർച്ചയായിട്ടും. എല്ലാ റോഡരികളുള്ള വീട്ടുകാർ ഇപ്പോൾ ട്രാഫിക് പോലീസിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഈ വണ്ടി ഒതുക്കി സൈഡ് പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ട് ആസ്വദിക്കുകയാണ്. സത്യമായിട്ടും ബ്ലോക്ക് ആസ്വദിക്കുകയാണ്. അതെ, ട്രാഫിക് ബ്ലോക്ക് ആസ്വദിക്കുന്ന ഒരേ ഒരു നാടകം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിപ്പോ പെരുമ്പളമാണ്.